അഡ്വക്കേറ്റ് ബലദേവ, മാഷ് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു, വളരെ പ്രസക്തമാണ്. മറുപടി. ഞാൻ തുടക്കത്തില് പറഞ്ഞല്ലോ, ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് അനുസരിച്ച് ഫോൺ ചോർത്തൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഓർഡറോ കോർട്ട് ഓർഡർ വെച്ച് ചെയ്യാവൂ. അല്ലാതെ ആര് ചോർത്തിയാലും അത് തെറ്റാണ്. അവരെ ഫോൺ ചോർത്തൽ മാത്രമല്ല, ചില പ്രധാനപ്പെട്ട രേഖകൾ കൂടി കൈവശപ്പെടുത്തിയിരിക്കുന്നതാണ് പറയുന്നത്. പോലീസിലൊരു വിഭാഗത്തിന്റെ രേഖകൾ കൈവശപ്പെടുത്തിയായിട്ടൊന്നും ഗവൺമെന്റ് അറിവൊന്നുമില്ല. അല്ല, അത് പറഞ്ഞുള്ള അറിവ് വേണ്ട. പക്ഷേ അതല്ല, അദ്ദേഹം പറഞ്ഞു. സന്ദീപ് ആനന്ദഗിരിയുടെ അന്വേഷണ റിപ്പോർട്ട് പോലീസിന് അതീവ രഹസ്യമായി കിട്ടിയ ഒരു അന്വേഷണ റിപ്പോർട്ട്, ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരായ രേഖകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്നും ലഭ്യമാണ്. കേവലം ഫോൺ കോളുകളല്ല സച്ചിദാനന്ദ സാർ. ഞാൻ പറയാം. അതായത് ഇവിടെ സുഭാഷ് ബോസ് സാർ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകളാണെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ആ കേസ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണെങ്കിൽ ആ റിപ്പോർട്ടുകൾ കോടതിയിൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ കോടതിയിൽ കൊടുക്കുകയാണെങ്കിൽ ആർക്കും അത് എടുക്കാം. ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിൽ അത് പറയുന്നുണ്ട്. കോടതിയിൽ പറഞ്ഞത് ഞാൻ കേസുമായി ബന്ധപ്പെട്ടതല്ല ബൽദേവ് സാർ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചില നീചമായ പ്രവർത്തനങ്ങളെ കുറിച്ച് അതീവ രഹസ്യമായോ അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്ത് എത്തിച്ച രേഖകൾ അത് അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക് ഡൊമൈനിലുള്ള രേഖയല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്വേഷിക്കണമെന്ന് ലാഘവത്തോട് പറഞ്ഞു പോയാൽ പോരല്ലോ. അൻവറിന് കിട്ടുന്ന പ്രത്യേക പരിഗണന. അല്ല, ഇതിലൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് നമുക്ക് തന്നെ അറിയില്ല. കാര്യം അദ്ദേഹം പറഞ്ഞെന്താ, എന്റെ കയ്യിൽ എല്ലാത്തിനും വ്യക്തമായ രേഖകളുണ്ട് എന്ന് അദ്ദേഹം പലതിനും പറഞ്ഞു. പക്ഷെ ഇന്ന് വരെ ഒരു രേഖ അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. നമ്പ്യാർക്ക് അറിയാമല്ലോ, ജയചന്ദ്രമാഷ്ക്കും അറിയാം. ഒരു രേഖയും അദ്ദേഹം പുറത്തു വിട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ADGP അജിത് കുമാറിനെ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധമുണ്ട്, മാമി തിരോധാന കേസുമായി ബന്ധമുണ്ട്, അവിടെ മറ്റൊരു കൊലപാതകം നടത്തിയിട്ടുണ്ട്, ഒരു വെടിവയ്പിൽ മരിച്ച ഒരു സംഭവം നിങ്ങൾക്ക് നമ്പ്യാർക്ക് അറിയാമല്ലോ, ഒരാൾ മരിച്ച ഒരു സംഭവമുണ്ട്. ഈ സംഭവങ്ങളിലെല്ലാം എന്റെ കയ്യിൽ വ്യക്തമായ രേഖകളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഒരു പെൺകുട്ടിയെ 3 പോലീസ് ഓഫീസർമാര് ഒരു പരാതിയുമായിട്ട് ചെന്നപ്പോൾ ബെന്നി ഉൾപ്പെടെയുള്ള DYSP ഉൾപ്പെടെയുള്ള പോലീസുകാര് ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസ്, ഇതൊക്കെ എന്റെ കയ്യിൽ രേഖകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇതിന്റെയൊക്കെ രേഖകൾ എവിടുന്നാണ് അവിടെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം DGP കണ്ടപ്പോൾ രേഖകൾ കൈമാറിയെന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഇല്ലില്ല, രേഖകളൊന്നും ഇതിനൊക്കെ എങ്ങനെയാണ് രേഖകൾ? ഇത് പിന്നെ മറ്റേ ആ സ്ത്രീയുടെ നമ്മൾ പറയുന്ന ഒരു വാമൊഴി മാത്രം. MD വാസുദേവൻ തന്നെ വടക്കൻ വീരഗാഥയ്ക്ക് കോടതിയിൽ കേസ് എന്നാ പറഞ്ഞത്. ഇതിന് വാമൊഴി മാത്രമേ രേഖകൾ ഡിജിറ്റൽ തെളിവുകളാവാം. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ കണക്ട് ചെയ്യുന്ന അല്ല. ഇപ്പൊ ADGP ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച ഇപ്പൊ അദ്ദേഹം ഫോൺ ചോർത്തൽ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള അദ്ദേഹം പറഞ്ഞ എന്താ, ADGP MR അജിത് കുമാറിൻ്റെ ബന്ധുക്കളുടെ ഫോണല്ലേ ചോർത്തിയിരിക്കുന്നത്. അവരുമായിട്ട് അജിത് കുമാർ സംസാരിക്കുന്നതും ഈ അളിയന്മാർ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കൃത്യമായിട്ട് അജിത് കുമാറിന് സ്വന്തമായി സ്വർണ്ണക്കടത്ത് സംഘം പോലും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, മലപ്പുറം നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് വളരെ കൂടുതലായിട്ട് സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്, സ്വർണം പൊട്ടിക്കൽ നടക്കുന്നുണ്ട്. അതാണ് അതിനകത്ത് കേരള പോലീസ് മാത്രമല്ല ഉത്തരവാദി. കേരള പോലീസിന് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഈ സ്വർണ്ണക്കടത്ത് എയർപോർട്ടുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എയർപോർട്ട് വഴി സ്വർണം പുറത്തു വരുന്നത്. ഈ സ്വർണം കൂടുതലും ദുബായിൽ നിന്നോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്ലെയിനിൽ അല്ല, ഈ ഇരിക്കുന്ന എല്ലാവരും പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളത്. കസ്റ്റംസിലുള്ള എത്ര പേരെ ഈ സ്വർണ്ണക്കടത്തിന് സഹായിച്ച എത്ര പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ നമ്പ്യാരെ അതല്ല. ഞാനിപ്പോൾ ദുബായിൽ നിന്ന് വരും. നമ്മൾ എവിടെ പരിശോധിക്കുന്നത്? ദുബായ് എയർപോർട്ടിലാണ് നമ്മുടെ ബോഡി സ്കാൻ ചെയ്യുന്നത്, നമ്മുടെ ബാഗ് സ്കാൻ ചെയ്യുന്നതല്ല. പിന്നീട് പരിശോധനയില്ല. നമ്മൾ കൊച്ചി എയർപോർട്ടിൽ വന്ന് നമ്മുടെ ബാഗുമായിട്ട് പുറത്തു വരികയാണ് ചെയ്യുന്നത്. സംശയമുള്ളവരെ മാത്രമേ അവിടെ പോലീസ് പരിശോധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കസ്റ്റംസോ എയർപോർട്ട് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെ പരിശോധിക്കത്തുള്ളൂ. അപ്പോൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ എന്റെ കയ്യിൽ സ്വർണം ഉണ്ടെങ്കിൽ ആ ദുബായ് എയർപോർട്ടിലാണ് പരിശോധിക്കുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് കയറുന്നു, അല്ലെങ്കിൽ അമേരിക്ക, സിംഗപ്പൂരിൽ. ഞാൻ സിംഗപ്പൂരിൽ പോയി, ഞാനും എന്റെ വൈഫൂടെ സിംഗപ്പൂരിൽ പോയി. ഞങ്ങൾ അവിടുത്തെ കുറച്ച് സ്വർണം വാങ്ങിച്ചു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അടയ്ക്കുന്ന GST എയർപോർട്ടിൽ കൊണ്ടുവന്ന് പാസ്പോർട്ട് കാണിക്കുമ്പോൾ ആ പൈസ മൊത്തം നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഒരു പവന്റെ പുറത്തൊരു 10,000 നമുക്ക് ലാഭമുണ്ട്.
ഇവിടെ വന്ന് ഞങ്ങൾ ആഭരണങ്ങളാണ് കൊണ്ടുവന്നത്. ഇവിടെ ആരും പരിശോധിച്ചില്ല. ഓക്കെ എന്റെ കൂടെ വന്നവരെല്ലാവരും ഗോൾഡ് മാർക്കറ്റിലും സ്വർണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു. എല്ലാവരും 4-5 പവനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവിടെ ആരും പരിശോധിച്ചില്ല. കാരണം അതിന് കറക്റ്റായിട്ട് ബില്ലുകളുണ്ട്, GST അടച്ച രേഖകളുണ്ട്, എല്ലാം ചെയ്തു. അപ്പൊ ഇത് പരിശോധിക്കേണ്ടത് ഏത് എയർപോർട്ടിൽ നമ്മൾ കയറുന്നു അവിടെയാണ് പരിശോധനയ്ക്ക് വിധേയമാകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നാൽ കൊച്ചിയിൽ വന്ന് അവർ ഫ്രീ ആയിട്ട് പുറത്തേക്ക് പോവുകയാണ്. ആ പുറത്തിട്ട് പോലീസ് പിടിക്കുന്നു. പുറത്തിട്ട് പോലീസ് കൃത്യമായിട്ട് 100 കണക്കിന് ആൾക്കാരാണല്ലോ ഒരു പ്ലെയിനിൽ വരുന്നത്. അവരെ വ്യക്തമായിട്ട് പുറത്തിട്ട് കേരള പോലീസ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റംസിൽ നിന്ന് കേരള പോലീസിന്റെ രേഖകൾ പോകുന്നു. അതാണ് അൻവർ പറഞ്ഞത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ട്. അതാണ് വഴിക്കിട്ട് ഈ സ്വർണ്ണങ്ങൾ പിടിക്കുന്നു. 5 കിലോ പിടിച്ചാൽ കേസ് വരുമ്പോൾ 1 കിലോയേ ഉള്ളൂ, 4 കിലോ എങ്ങോട്ട് പോയെന്ന് ആർക്കും പറഞ്ഞില്ല. അപ്പൊ അവരെ മർദ്ദിക്കുന്നു, ആ രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്.